എല്ലാവർക്കും നമസ്കാരം. UK ഓക്കെ അങ്ങനെയുള്ള നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാൽ പോരെ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. എല്ലാവരുടെയും മനസ്സിലൊന്ന് രജിസ്റ്റർ ആവേണ്ടത്. അതെ, പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, പേരിൽ തന്നെ ആകാംക്ഷയുണ്ട്. ആകാംക്ഷ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. ഈ ടീമിന്റെ പുതിയവർക്ക് ഏറ്റവും നന്നാവുന്നതാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പടമാണ് എല്ലാം കൊണ്ടും. കാരണം എൻ്റെ സംവിധായകൻ അരുൺ വൈഗ, പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാഗ്രൻ മൂവീസ് അല്ലേ, എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു. പക്ഷേ എനിക്ക് അവർ തന്ന കെയറും സ്നേഹവും ഞാൻ മറക്കില്ല. ഞാനവിടെ ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ ജോണി ആന്റണിയാണ്. പക്ഷെ ജോണി ആന്റണിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ജോണിയായിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് എന്നാ പറയാനേ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അപ്പൊ അത് സാധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ, നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. കാരണം ഈ സ്ക്രീനിലൊന്നും എൻ്റെ ഒരു തല പോലും കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ കരുതും ഇയാളെന്താ ഇവിടെ കാര്യം എന്ന് കരുതി കാണും. ഞാൻ അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് അരുൺ പറഞ്ഞ ഒരു ചെറിയ സസ്പെൻസ് ആണ്, സർപ്രൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അതിവിടെ പൊട്ടിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ബ്ലസ്സിയൊക്കെ വീണ്ടും ഒരുപാട് നാളെ ശേഷമാണ് കാണുന്നത്. നമ്മൾ മിക്കവാറും ചാറ്റിംഗ് ഉണ്ട് വാട്സപ്പില്. ദിലീപ് സല്ലാപത്തിന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെ കുളിർമ വരിയിട്ടു. കാരണം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. ബ്ലസ്സി പറഞ്ഞ പോലെ നമ്മൾ 92 കുടുംബസമേതം എന്ന ജയരാജന്റെ സിനിമയിലാണ് ഞങ്ങൾ അധികം പരിചയപ്പെടുന്നത്. അന്ന് ബ്ലസ്സി അസോസിയേറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവരും. പിന്നെ സമ്മാനം, ബ്ലസ്സിയുടെ ആദ്യ സിനിമയായ കാഴ്ചയിൽ ഞാനൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. ദിലീപിന്റെ ആദ്യകാലത്തെ എല്ലാ സുപ്രധാന പടങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ. അസിസ്റ്റന്റ്. പിന്നെ ദിലീപും എന്റെ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ആയിരുന്നു. കമലിക്കയുടെ ഗസൽ എന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റന്റ് ആയിരുന്നു. ഇന്നത്തെ കോമഡികളൊന്നും ഞാൻ പറയുന്നില്ല. ജോണി ആന്റണിയാണ് എന്നെ ഞെട്ടിച്ചത്. ഞാനിവിടെ വരുമ്പോൾ പറയാനിരിക്കുന്നത് ജോണിയുടെ ആദ്യത്തെ സിനിമ 1996 തുളസിദാസിന്റെ കുങ്കുമച്ചപ്പ് എന്നൊരു സിനിമ. അതിലാണ് ഞാൻ ആദ്യം ജോണിയെ പരിചയപ്പെടുന്നത്. ജോണി അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, 4ാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു. ശോഭനയായിരുന്നു അതിലെ നായികൻ. പിന്നെ ഞാനവിടെ ജോണിയോട് ചോദിച്ചു, ജോണി നമ്മുടെ 96 മറ്റേ കുങ്കുമച്ചപ്പ് അതല്ലേ നമ്മൾ ആദ്യം ചെയ്തത്? ചേട്ടാ നമ്മൾ 91 ചാഞ്ചാട്ടം ചെയ്തില്ലേ? 91 ഉണ്ട്, ഇതേ നിൽക്കുന്നു അല്ലേ? 91 ജയറാമായിരുന്നു നായകൻ അല്ലേ? ജയറാം ഉർവശി. അങ്ങനെ ഞാനൊരു സപ്പോർട്ടിംഗ് റോൾ. ഞാനധികം സീനിയർ ഒന്നും അല്ല. ഞാൻ എൻ്റെ ഒരു 5ാമത്തെ സിനിമ, അത് അത്രയായിട്ടുള്ളൂ. അല്ല അപ്പൊ 91-90 കാലഘട്ടത്തിൽ ഞാനും എത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിചിത മുഖങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ വീണ്ടും ഒരുപാട് നാളോടെ കാണാൻ സാധിച്ചു. അതായത് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ക്രിസ്ത്യൻ സ്റ്റീഫൻ. ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അജിത്തിനോട് വർക്ക് ചെയ്തിട്ടില്ല, ചെയ്യണം കേട്ടോ ഒരുപാട്. അപ്പൊ അങ്ങനെ ഒരു നല്ല മികച്ച നല്ല സന്തോഷമുള്ള ഒരു സാഹചര്യത്തിൽ പങ്കുചേരാൻ സാധിച്ചു. നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നു, അത് വിജയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ സിനിമയും ഇപ്പൊ തുടരും എന്ന സിനിമ ഭയങ്കര വിജയമാണെന്ന് കേൾക്കുന്നത്. ഒരുപാട് സന്തോഷം. അങ്ങനെ എല്ലാ സിനിമയും വിജയിക്കട്ടെ. എല്ലാവർക്കും നല്ലത് നേരുന്നു. നന്മ വരട്ടെ. UK ഓക്കെ, ഡബിൾ ഓക്കെ ആവട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിലെ ഒരു നല്ല വേഷമാണ് ചെയ്യുന്നത്. കാരണം ഹീറോയുടെ അച്ഛനായിട്ടാണ്. ഞാൻ കൂടുതലും അച്ഛൻ വേഷങ്ങളാണ്, അപ്പം വേഷങ്ങളാണ് ചെയ്യുന്നത്. ഞാനതിൽ വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് ഈ അപ്പൻ, അമ്മാവൻ, അളിയൻ അങ്ങനെയുള്ള റോളുകളാണ് ഞാൻ ചെയ്യുന്നത്. അത് മറ്റു അപ്പനെ നമ്മൾ ഈ തിരക്കുണ്ടെങ്കിൽ പോലും ചില പടങ്ങളിൽ ചില അപ്പനും അളിയനൊക്കെ ആകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു. ഇപ്പം കൊള്ളാലോ അങ്ങനെ. പക്ഷെ അപ്പം ഞാൻ സേഫായിട്ട് ഇപ്പം പോകുന്നുണ്ട്. ഈയിടെ ഞാൻ പടം കണ്ടപ്പോൾ ഒരുപാട് അപ്പന്മാർ വന്നിറങ്ങുന്നു. ഒരു പടത്തിൽ വാഴയിൽ ഒരുപാട് അപ്പന്മാർ ഏതാ. അപ്പം ഈ പറഞ്ഞ പോലെ വേഷങ്ങൾ നമുക്ക് അപ്പം വേഷങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന, അത് നമുക്ക് നന്നായി ചെയ്യാതെ എന്ന് തോന്നുന്ന ഒരു വേഷമാണ് ഇതിലെ റോയി എന്ന് പറയുന്ന കഥാപാത്രം. അതുപോലെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞു, രഞ്ജിത്ത് UAE ബേസ്ഡാണ്, അവിടെ പഠിച്ചതാണ്. അപ്പോൾ മലയാളത്തിലും കുറച്ച് കുറവുകളുണ്ട്. രഞ്ജിത്ത് ചെയ്ത സിനിമകൾ ഗോളം പോലുള്ള സിനിമകളാണ് കുറിച്ചിട്ട്. അപ്പം നേറ്റിവിറ്റി പരിപാടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനെന്താ എന്ന് ഞാൻ വിചാരിച്ചു. അഭിനയം തുടങ്ങി.
മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്തായി അതിന് ഇങ്ങനെ പറഞ്ഞേ. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോനിപ്പോൾ വളരെ മലയാളത്തോടെ നേറ്റിവിറ്റിയോടെ അഭിനയിക്കുന്നുണ്ട്, എങ്ങനെ സാധിക്കുന്നു? അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ മോനായിട്ട് എനിക്ക് US-കാരനോ UK-കാരനോ ആയിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ഒരു ചേട്ടൻ്റെ മോനായിട്ട് ബിലോ ആവറേജ് മലയാളിയായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അത് എൻ്റെ പ്രസൻസ് കൊണ്ടാണ് സാധിച്ചത്. പിന്നെ ഞാൻ വളരെ ഇപ്പോൾ ഒരുപാട് പേരുടെ പിന്നെ ഒരുപാട് ആളുകളുടെ ഷാർഫോട്ടിൽ കൊണ്ട് ഒത്തിരി പേരുടെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ടൊരു മകൻ തന്നെയാണ് രഞ്ജിത്ത്. കാരണം വളരെ ഹാർഡ് വർക്ക്, അതായത് നന്നാക്കാൻ വേണ്ടിയുള്ളൊരു ത്വര, ആഗ്രഹം. ഇപ്പോൾ ദിലീപിനത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന മോനെ, നാളെ ദിലീപിൻ്റെ സ്ഥാനത്തെത്തിയാലും ആ ത്വര നഷ്ടപ്പെടുത്താതെ, ആ പവർ നഷ്ടപ്പെടുത്താതെ മുന്നേറാനുള്ള ഇച്ഛാശക്തി മോനുണ്ട്. തീർച്ചയായിട്ടും യുണൈറ്റിരിക്കുന്നു. അരുൺ അതേപോലെ അരുൺ വൈക്കാം എനിക്ക് കുണ്ടച്ചേരിൽ പുരുഷനും നല്ലൊരു കഥാപാത്രം തന്ന ആളാണ്. അപ്പോൾ അരുണിനോട് എനിക്ക് നന്ദിയുണ്ട്. പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അച്ചായനാണ് എന്നോടൊരു സുപ്രഭാതം എന്ന് പറഞ്ഞാൽ, ജോണി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, അതിൽ അച്ഛൻ വേഷം ജോണി റോയുടെ കഥാപാത്രം ജോണി ചെയ്യണം. എനിക്ക് സബ്ജക്റ്റ് നേരത്തെ അറിയാമായിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ നമ്മുടെ സജീവ് സാറിനൊക്കെ പരിചയപ്പെട്ടത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു സിനിമ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഇന്ന് ഈ ഓഡിയോനെ ഞാൻ ഓർത്തു ദിലീപ് എന്താ മറന്നുപോയെന്ന്. 9-ാം തീയതി ഞാൻ ദിലീപിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്, ലിസ്റ്റിൻ്റെ സിനിമ. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ അതും കാണണം, യുണൈറ്റഡ് കിങ്ഡവും കാണണം. എല്ലാ സിനിമകളും കണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. സാധാരണ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു സിനിമ ഓക്കെ ആണ് എന്ന് കേൾക്കുന്നതാണ് ആ പ്രൊഡ്യൂസർക്ക്, ആ ടീമിനെല്ലാം ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഈ സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ടൈറ്റിലിൽ തന്നെ ഓക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് UK മാത്രം ഓക്കെ ആകാൻ പാടില്ല, ഇന്ത്യയിൽ കൂടെ ഡബിൾ ഓക്കെ ആയിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ UK ഓക്കെ ഒരു വലിയ നല്ല ഒരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഈ സിനിമ കണ്ട ആൾക്കാരിൽ ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു നല്ലൊരു പ്ലോട്ട് ആണ്. ഈ സിനിമ ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ വിതരണത്തിന് ഏറ്റെടുക്കേണ്ട ഒരു ചിത്രമായിരുന്നു. കാരണം ദിലീപേട്ടൻ്റെ സിനിമ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഒരു മാജിക് ട്രെയിൻസും ഇതിൻ്റെ ഒരു പാട്ടാകുന്നതിൽ ഒരു അഭിമാനമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്ക് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഒരു ഓഡിയോ റിലീസ് ആകുമ്പോൾ അതിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ രാജേഷിനും എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഞാൻ 3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതിൽ അലക്സേട്ടനെയാണ് എനിക്ക് അധികം പരിചയമില്ലാത്തുള്ളൂ. ആനി ചേച്ചിയും സജീവേട്ടനും പറഞ്ഞിട്ടാണ് ഞാനും ഇവിടെ വന്നത്. എനിക്ക് തോന്നുന്നത് സാധാരണ രീതിയിൽ ഒരു പ്രൊഡ്യൂസറുടെ പേരേ ഉള്ളൂ പറഞ്ഞിട്ടായിട്ടുള്ളൂ. പക്ഷേ ഇവരുടെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയതുകൊണ്ടിട്ട് 2 പേരും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ടാണ് 2 പേരുടെയും പേര് വന്നേക്കുന്നതെന്ന് വിചാരിക്കുന്നു. എനിവേ, ഈ ഒരു സിനിമ വലിയ വിജയമാകട്ടെ. ഒപ്പം രഞ്ജിത്തിന്റെ ഹീറോ, അപ്പോൾ രഞ്ജിത്തിനും മലയാള സിനിമയിലേക്ക് ഞങ്ങൾ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അല്ലു അർജുൻ്റെ ഫാദറാണ്. അല്ലു അർജുനെ ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ സ്വയം സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഈ മേഖലയിലേക്ക് ഇന്ന് ആ സ്റ്റാർ വലിയ സ്റ്റാറായി ഗ്ലോബൽ സ്റ്റാറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള മാതാപിതാക്കന്മാരും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിലെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സിനിമ അടിപൊളിയാവട്ടെ. രഞ്ജിത്ത് അടിപൊളിയാവും. മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ വരണം, നല്ല നല്ല പ്രൊഡ്യൂസർമാർ വരണം. കാരണം അന്യ സംസ്ഥാന സിനിമകളിൽ നിന്ന് വിജയിച്ച് പോവുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലും നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള നല്ല സിനിമകൾ വന്നിട്ട് നല്ലോണം വിജയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 സിനിമ എടുത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ ഇനിയും ഞാൻ ചെയ്യുമെന്ന്. ഞാൻ രഞ്ജിത്തിനെ വെച്ച് സിനിമ ഒപ്പം ചെയ്യാൻ പോവുകയാണ്. കാര്യം UK ഒക്കെ അടിപൊളിയാവും. ദിലീപേട്ടൻ പറഞ്ഞ എല്ലാവരും തന്നെ മനസ്സിലാവും. നമുക്കൊരു സിനിമയും പരാജയപ്പെടുന്ന ആർക്കും ഇല്ല. പക്ഷെ എല്ലാ സിനിമയും വിജയിക്കണം, എങ്ങനെ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിൽക്കും എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ സിനിമയ്ക്ക് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദിലീപേട്ടനാണ്. ഇവിടെ സാറിനോട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പ്രണയത്തിൻ്റെ ഓഡീഷനാണ് വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് അൽഫോൺസ് അടുത്ത്
പോർട്ട്ഫോളിയോ കണ്ടിട്ട് പറഞ്ഞു തമിഴിലേക്ക് വിട്ടോന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത്. പക്ഷെ തമിഴിലേക്ക് ഞാൻ പോയില്ല, മലയാളത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മനോജൻ്റെ കൂടെ വിവർ ഓഫ് ഡോഗ്സ് നമ്മൾ ഒരുമിച്ച് ചേർന്ന അജിത്തേൻ്റെ സാറിൻ്റെ ആയിട്ട് ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഭാവിയിൽ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ അരുണിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഉപചാരപൂർവ്വം ഉണ്ട് ചെയ്യാൻ. ശരിക്കും പറഞ്ഞ ഒരു കല്യാണ വീട്ടിൽ ഉള്ളവരെ തന്നെയായിരുന്നു ഞങ്ങൾ. ജോണി ചേട്ടനും ഞങ്ങളൊക്കെ അവിടെ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ കല്യാണ വീട്ടിലെ അമ്മാവന്മാരും അമ്മായിമാരും ബന്ധുക്കളൊക്കെ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ ഇതിലും ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കണ്ടന്റ് അടുത്ത് അരുൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും സിനിമ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വർക്കാവട്ടെ. തിയേറ്ററിൽ സിനിമ വിജയിക്കുമ്പോഴാണ് അതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ഗുണങ്ങളുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളും എല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ള പ്രത്യാശയിലും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ക്രൂ ആൻഡ് കാസ്റ്റിന് ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ ഫ്രാങ്ക് നേച്ചർ ആൻഡ് പുയപ്പള്ളി ഫിലിംസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും നല്ല സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭസഹായം. താങ്ക് യു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞങ്ങളുടെ സംവിധായകൻ അരുൺ വൈഗ ക്ലൈമാക്സ് കഴിഞ്ഞ് എടുത്തെടുക്കുന്ന പോലെ ഞാൻ ഗുരുതുല്യനായ ബ്ലസ്സി ചേട്ടൻ, ബ്ലസ്സി സാർ, അതുപോലെ തന്നെ ദിലീപ് ഏട്ടൻ, ലിസൺ ഭായ്, മനോജേട്ടൻ, അജിത്തേട്ടൻ, അങ്ങനെ എല്ലാവരെയും ആദ്യം തന്നെ മെൻഷൻ ചെയ്ത് പോകണം. ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സിജി പറഞ്ഞ പോലെ തന്നെ പ്രണയത്തിന്റെ ഓഡിഷൻ ഞാൻ സാറിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ സാറിനെ കണ്ട് അകത്തോട് കയറിയപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞു. കുറച്ച് വളരെ സൗമ്യമായിട്ട് തന്നെ കാര്യങ്ങളും സാർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പോന്നു. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു 7 സംസ്ഥാന അവാർഡാണെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ കണക്ക് 9 സാർ. അപ്പോൾ ഞാൻ കണ്ണൂർ സ്കോഡിന്റെ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ സൗണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ നവാഗത സംവിധായകൻ, തിരക്കഥ, അഡാപ്റ്റഡ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ. എല്ലാം അടിയതും കൊണ്ടുപോയി. ഞാൻ പ്രത്യേകം അതെല്ലാം സാറും ബാക്കിയുള്ള കുടുംബസൊക്കെ വാങ്ങുന്നതിൻ്റെയൊക്കെ സ്റ്റോറി കിട്ടിയിരുന്നു. പിന്നെ കണ്ണൂർ സ്കോഡ് കഴിഞ്ഞ് ദിലീപേട്ടൻ എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ദിലീപേട്ടൻ പക്ഷെ OTT റിലീസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു. കുറേ നേരം ദിലീപേട്ടൻ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ദിലീപേട്ടനെ പോലത്തെ ഒരാൾക്ക് നമ്മൾ വിളിച്ച് കണ്ണൂർ സ്കോഡിന്റെ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നന്ദി ദിലീപേട്ടൻ. സന്തോഷം, ഓർത്ത് വിളിച്ചതിന് വളരെ സന്തോഷം. ഈ സിനിമയോടൊപ്പം ഞാൻ വർക്കിയിരിക്കുന്ന ട്രാഫിക്കും സത്യം മാത്രമേ ബോധിപ്പിക്കുവാണ്. സത്യം മാത്രമേ ബോധിപ്പിക്കുന്ന സിനിമ ഇറങ്ങി വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു ഇതിന്റെ കുറച്ചും കൂടി ഫ്ലെക്സും പോസ്റ്ററൊക്കെ ഒന്ന് പോസ്റ്റപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസിൽ നിന്ന് വളരെ വിഷമിപ്പിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലെക്സ് അടിച്ച പൈസ പോലും കിട്ടും തോന്നുന്നില്ല, ദയവ് ചെയ്ത് ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ സത്യം എൻ്റെ അടുത്ത് വളരെ വേദനാജനകമായിട്ട് പറഞ്ഞു. പിന്നെ ജോണിച്ചേട്ടനെ കുറിച്ച് ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞു നായകന്റെ ആക്സിഡന്റാണ് ഞാൻ അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഹീറോയുടെ മകനായിട്ടാണ് രഞ്ജിത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതാണ് സത്യാവസ്ഥ. പടം കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര രസകരമായിട്ട് ജോണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിനും അറിയാമോ സത്യാവസ്ഥ. ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ കഠിനാധ്വാനം പ്രതിഭകളെ മറികടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരു കഠിനാധ്വാനിയാണ് രഞ്ജിത്ത്. അപ്പൊ രഞ്ജിത്ത് എന്തായിരുന്നാലും ഈ മലയാളത്തിലെ പുതിയ താരോദയമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദിലീപേൻ്റെ ഒരു വളർച്ചയുണ്ട്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രചോദനമുള്ള വളർച്ചയാണ്. ഒരു സല്ലാപം, ഒരിഷ്ടം, ഒരു പറക്കും തളിക. ദിലീപേട്ടൻ ഗ്രാജുവലി അത് കൊണ്ടുവന്ന് മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പാലക്കാട് അരോമ, സിനി അരോമ, ന്യൂ അരോമ ഈ 3 തിയേറ്ററുകളും മീശമാധവൻ തിരിഞ്ഞും തിരിഞ്ഞു ഓടിക്കൊണ്ടിരിക്കും. ഒരിടത്തും ടിക്കറ്റില്ല. അങ്ങനൊരു ദിലീപേൻ്റെ ഒരു വളർച്ചയുണ്ട്. ദിലീപേട്ടൻ ഓരോയിടത്തും കൂടെ വന്ന് കൃത്യമായിട്ടത് പ്ലാൻ ചെയ്ത് തിരക്കഥയിലാണെങ്കിലും സംഭാഷണമാണെങ്കിലും ഇടയിൽ കല്യാണമാണെങ്കിലും ഒരുപാട് നല്ല സിനിമ ദിലീപേട്ടൻ്റെ മെയ് 9 തീയതി ഇറങ്ങുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിക്കും എൻ്റെ എല്ലാവരും ആശംസകളും. അതും ആ സിനിമ നല്ലപോലെ നമ്മുടെ നാളെ സിനിമയിലെ പ്രൊഡ്യൂസറായിട്ടും എക്സിബിറ്ററായിട്ടും ഡിസ്ട്രിബ്യൂട്ടറായിട്ടും കൈവയ്ക്കാത്ത മേഖലകളില്ല. എല്ലായിടത്തും വിജയശീലാളനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിലീപേട്ടൻ്റെ സിനിമയ്ക്കും എല്ലാവരും ആശംസകളും. അപ്പോൾ ഈ സിനിമയിൽ എന്നെ ഉൾപ്പെടുത്തിയ അനി മാഡം, സജീവ് സർ, എൻ്റെ സുഹൃത്തായ അരുൺ വൈഗ, എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.